സർവശക്തനും മഹാകാരുണ്യവനുമായ പിതാവും പുത്രനും പരിശുദ്ധരുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നേക്ക് മഹത്വപ്പെടുമാറാകട്ടെ. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവം നമ്മളെ തൻ്റെ കൃപയും കരുണകളും അനുഗ്രഹങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവത്തിൻ്റെ സ്തുതി. 80-ാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചു, ധ്യാനിച്ചു. വളരെ മനോഹരമായൊരു സദൃശ്യമായി ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനോട് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുതലിനെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അവിടെ അവരുടെ അപേക്ഷയെല്ലാം കേൾക്കുന്ന ഒരു ദൈവം. ഇവിടെ നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു സദൃശ്യം ഇവിടെ കാണാൻ പറ്റും. 18-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചു എന്ന് തോന്നുന്നു. അവിടെ പറയാണ്, 17-ാമത്തെ വാക്യം, നിൻ്റെ കൈ നിൻ്റെ വലത്തുഭാഗത്തെ പുരുഷൻ്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരിതാണ്. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. രാപ്പകൽ നമുക്ക് വേണ്ടി ദൈവം ഇൻ്റർസെഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. നമ്മളെ ജയത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ, നമ്മളെ നീതീകരിക്കുവാനെല്ലാം നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പുത്രൻ നമ്പുരാൻ. ഈ 81-ാം സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു സ്തോത്രാർപ്പണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം പറയുകയാണ് ഘോഷിക്കുവാനായിട്ട്. അതായത് ഇതൊരു കൂടാര പെരുന്നാളിൽ പാടിയിരുന്ന എന്നും അവരാലപിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്. അവിടെ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കുവിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് അർപ്പിടുവിൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ, അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമോതുവീൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു. ഇത് ഇസ്രായേലിന് കൊടുത്ത ഒരു നിയമമായിട്ടാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് ഘോഷിക്കണം, ആർപ്പിടണം. ഘോഷം, ആർപ്പ് ഇതെല്ലാം സന്തോഷത്തെ ധ്വനിപ്പിക്കുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനൊക്കെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. കാരാഗ്രഹത്തിൽ, അതും മനോഹരമായ സാഹചര്യമൊന്നുമല്ല, ഏറ്റവും ദാരുണവും വൃത്തിഹീനവും കഠിനവുമായ ക്ലേശതരവുമായ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറകളിൽ കടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, എനിക്ക് മടുപ്പില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യഹോവയെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം. ദൈവത്തെ സന്തോഷിക്കാനായിട്ട് സാധിക്കണം. അതിനെന്തെങ്കിലും പുറമേയുള്ള കാര്യങ്ങളല്ല, ദൈവം തന്നെ നമ്മുടെ സന്തോഷമായി മാറുന്നത്. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പ്രാർത്ഥന കേട്ടോ ഉത്തരം അതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതൊന്നുമല്ല, ഒന്നുമില്ലെങ്കിലും ദൈവം സന്തോഷമാണ്. സമാധാനം, സന്തോഷം, സ്നേഹം ഇതെല്ലാം ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവമുണ്ടെങ്കിൽ ഈ സന്തോഷമുണ്ട് നമുക്ക്. നമ്മുടെ ആഗ്രഹങ്ങളിലെ സൗഭാഗ്യം എല്ലാം നിർവഹിച്ചിട്ടൊന്നുമല്ല, അതൊന്നുമല്ല. വേദനയുടെ ഒക്കെ മധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെയാണ്, സന്തോഷമുണ്ട്. അവിടെ ആർപ്പിടാനായിട്ട് പറ്റും, സന്തോഷിക്കാനായിട്ട് പറ്റും, ഘോഷിക്കാനായിട്ട് പറ്റും, സ്തുതിക്കാനായിട്ട് പറ്റും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതല്ലേ തിരുവെഴുത്ത് പറയുന്നത്. എല്ലാറ്റിനും അത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടപ്പോൾ അത് സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ തുടർന്ന് കാണുകയാണ്, അമാവാസിയിലും നമ്മുടെ ഉത്സവ മാസമായ പൗർണമാസിയിലും. ഈ 7-ാം മാസത്തിലൊക്കെ ഇന്നും ഇസ്രായേലിൽ ആണ്ടറുതിയും ആരംഭത്തിലും അവർക്ക് വലിയ ഘോഷമാണ്. ഘോഷസ്വരത്തോടെ ദൈവത്തെ സ്തുതിക്കും. നമ്മളിന്ന് കാണുക, ഇന്ന് പുറമേയുള്ള മ്യൂസിക്സൊക്കെ പലതിനു വേണ്ടി അവരിങ്ങനെ വെറുതെ വ്യയം ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തെ സ്തുതിക്കാനൊന്നും ഉപകരിക്കുന്നില്ല. ദൈവസന്നിധിയിലേക്ക് വരുമ്പം മിണ്ടാതിരിക്കുകയല്ല, അവർ സ്തുതിക്കുന്നില്ല, സ്തോത്രം ചെയ്യുന്നില്ല. എന്നാൽ പുറത്ത് പോയി ഏത് പാട്ട് കേടുന്ന നാവിൽ വരും. എന്നാൽ ദൈവം സ്തുതിക്കുവാൻ വിമുഖരായിട്ടുള്ള ഒരു തലമുറയാണ് കാണുന്നത്. പലതിലേക്കും, ലോകത്തിൻ്റെ ഈ മ്യൂസിക്കിലേക്കും എല്ലാം ഇറങ്ങിപ്പോയി ദൈവത്തെ സ്തുതിക്കാൻ വിസ്മരിച്ചു പോകും തലമുറ. അതുകൊണ്ട് നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെന്ന് പറയും. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, അവന് പാട്ടുപാടണം, അത് ഘോഷിക്കണം, നന്നായി വാദ്യം വായിപ്പിക്കുന്നതൊക്കെ പറയും. ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ പ്ലേ ചെയ്യുന്നവരൊക്കെ അത് അവരിൽ ആ സംഗീതം അലിഞ്ഞു ചേരുന്ന പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൽ നമ്മൾ ലയിക്കുകയാണ്, ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കേണ്ടതെന്ന് പറയുന്നത്? അവർക്ക് പറയാൻ, സന്തോഷിക്കാൻ, ഘോഷിക്കാൻ അതിന് അടിസ്ഥാനം എന്ന് പറയാം. 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വീണ്ടും കാണുകയാണ്. മിസ്രയീം ദേശത്തിൻ്റെ
നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസെഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുവട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇവിടെ ആദ്യം യോസഫാണ്. യോസഫ് മിസ്രൈം ദേശത്തിലേക്ക് പോയി. അവിടെ അത് മുന്നമേ ഇവർക്ക് വേണ്ടി ദൈവം അയച്ചതാണെന്ന് പറയുന്നുണ്ട്. യോസഫ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളല്ല സഹോദരന്മാർ പൊട്ടക്കുഴി ഇട്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ യോസഫ് വിവരിക്കുമ്പോൾ പറയാം, നിങ്ങളല്ല എന്നെ അയച്ചത്, ദൈവം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. കാരണം പിൽക്കാലത്ത് വരുന്ന മഹാക്ഷാമം, ഇസ്രായേലൊക്കെ എല്ലായിടത്തും ലോകത്തിലെ എല്ലാ ദേശത്തിലും എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ മിസ്രൈമിൽ ധ്യാനമുണ്ട്. മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ അപ്പോൾ യോസഫിനെ ദൈവം ഉന്നമേ അയച്ചു. അവിടെ ദൈവിക ഇടപെടലുകളിൽ കൂടെ തടവറയിൽ നിന്നും യോസഫിനെ വരുത്തി ആ ദേശത്തിൻ്റെ പ്രധാനിയാക്കി മാറ്റി. ഫറവോന് സമമായ ആ പദവി കൊടുത്തു. എല്ലാത്തിലും ആ യോസഫിൻ്റെ ദൈവം ബുദ്ധി കൊടുത്ത ബുദ്ധിയിൽ സംഭാര നഗരങ്ങളെ പണിതു. ഈ ധാന്യമെല്ലാം കൂട്ടിവെച്ചു. എന്നിട്ട് ഈ സഹോദരങ്ങൾ വരുമ്പോൾ അവർക്ക് ധാന്യം നൽകുക മാത്രമല്ല, യാക്കോബിനെയും ആ ഇസ്രായേൽ കുടുംബത്തെ മുഴുവൻ 70 ദേഹികളായിട്ട് അങ്ങോട്ട് കടന്നു പോവുകയാണ്. അവർ കടന്നുപോയി. അവർ തുടർന്ന് ഇവിടെ മിസ്രൈമിൽ ഈജിപ്തിൽ പാർക്കുകയാണ്. ഗോശൻ ദേശത്ത് അവർ പാർക്കുന്നു. അങ്ങനെ പാർത്തു വന്ന ജനത്തിൻ്റെ പിൻതലമുറയാണ് ഇനി 400 സംവത്സരം അവിടെ അടിമകളായിട്ട് മാറുകയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ഇതിൽ ഉള്ള ഒരു പ്രമാണത്തിലുള്ള ഒരു കാര്യമാണ്. 400 സംവത്സരം അടിമകളായിട്ടിരുന്നു. അടിമത്തം വർദ്ധിച്ചു. അപ്പോൾ ഈ യോസഫിനെ അറിയാത്തൊരു മന്ത്രി രാജാവ് ഉണ്ടായെന്നാണ് പറയുന്നത്. യോസഫ് ചെയ്തത് അവർക്ക് ഭയങ്കര, യോസഫിന് ഇഷ്ടമായിരുന്നു ഈജിപ്തിന്, ഫറവോനൊക്കെ. കാരണം അത്ര അവരെ രക്ഷിച്ചില്ലേ ക്ഷാമത്തു നിന്നൊക്കെ. പക്ഷേ പിന്നീട് വന്ന ആൾക്ക് യോസഫിൻ്റെ വില അറിയാതെ പോയി. യോസഫിനെ അറിയാത്തൊരു രാജാവ് മിസ്രൈമിലുണ്ടായെന്ന് പറയുന്നത്. ആ രാജാവ് എന്ത് ചെയ്തു? പിന്നീട് വന്നവരൊക്കെ ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് അടിമ വേല ചെയ്യിക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് ആദായം വർദ്ധിപ്പിച്ചു. അവരെ കഠിന വേലകളാൽ ക്ലേശിപ്പിച്ചു. ഇഷ്ടിക ചൂളയിൽ മണ്ണ് കുഴച്ച് വൈക്കോലൊക്കെ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്ന ആ ചൂളകളിൽ അവരെ കൊണ്ട് പണിയിപ്പിച്ചു. നമുക്കറിയാം ഇസ്രായേലിലെല്ലാം ഈ സൗധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പിരമിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഇതിനൊക്കെ ഈ ഇസ്രായേൽ ജനത്തെ അതിനൊന്നല്ല അങ്ങനെയുള്ളതായ ഓരോ പണികൾക്കുമായിട്ട് അവരെ ക്ലേശിപ്പിച്ചു. അവരപ്പോൾ അവിടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ച ഉടനെ ദൈവം ആ നിലവിളി കേട്ടു. അതാണ് അവിടെ പറയുന്നത്, ഞാൻ കഷ്ടകാലത്ത് നീ വിളിച്ചു. 6-ാമത്തെ വാക്യത്തിൽ യോസഫിൻ്റെ തോളും ചുവട് നീക്കി, കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു, അവൻ്റെ ക്ലേശങ്ങളെല്ലാം മാറ്റി. തുടർന്നും ഇസ്രായേലിന് മുഴുവൻ പറയുകയാണ്, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു, ഇടിമുഴക്കത്തിൻ്റെ മറവിൽ ഞാൻ നിന്നെ കുത്തനെ വരളി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. അവിടെ പറയാണ്, അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവയുടെ നിലവിളി കേട്ടു. ദൈവം അബ്രാഹാമിനും ഇസാഖിനും ആക്രമണിച്ച നിയമവും ഓർത്തു. അവിടെ അടിമവേല നിമിത്തം അവർ നിലവിളിച്ചപ്പോൾ ദൈവം കേട്ടു എന്നാണ് കാണുന്നത്. പുറപ്പാട് ദിവസം 3:7 പറയുന്നുണ്ട്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴി വിചാരമാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാനവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്നെന്നാണ് പറയുന്നത്. ഈ ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം തന്നു എന്ന് പറയുമ്പോൾ ദൈവം ഇറങ്ങി വന്നതാണ്. അത് 19-ാമത്തെ അധ്യായത്തിലാണ് യഹോവ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ഇടിമുഴക്കവും വലിയ ഒരു കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയെ കൊണ്ട് അങ്ങനെ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുന്നത് 19-ാമത്തെ അധ്യായത്തിലുണ്ട് പുറപ്പാട് പുസ്തകം. അങ്ങനെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നു. ആ പൂർവ്വകാര്യങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുക. ഇനി അവിടെ മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. ഒരു മ്യൂസിക് നോട്ട് അവിടെ നിർത്തുക, അല്പം ധ്യാനിക്കാനായിട്ട്. എന്താ ധ്യാനിക്കേണ്ടത്? മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. ഒരു രഫീദീമിലെത്തിയപ്പോൾ, അത് പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ്. രഫീദീമിലെത്തി പാളയം ഇറങ്ങി. അവിടെ കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ ജനം കലഹിക്കാൻ തുടങ്ങി, മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാം, അതുമില്ല, എല്ലാം പിറുപിറുപ്പ്. അവസാനം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർ കല്ലെറിയാൻ പോകുന്ന പറഞ്ഞ്. അപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം പറയും, നീ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മുമ്പിൽ നിൽക്കാൻ. ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയടിക്കണം ഹോരേബിൽ വെച്ച്. അപ്പോൾ മോശ ആ ചെങ്കടയിൽ വിഭാഗിച്ച വടിയും എടുത്തിട്ടുണ്ട്, അതെടുത്ത് പാറയടിക്കാൻ പറഞ്ഞു. മോശ അങ്ങനെ പാറയെ അടിച്ചു. ഉടനെ ആ പാറയിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. അത് പുറപ്പാട് ദിവസം 17:7 പറയാണ്, കലഹ നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ്സ പരീക്ഷ എന്ന്, മെരീബ കലഹം എന്ന് പേരിട്ടു.
രണ്ടും ആ സന്ദർഭത്തെ ഓർപ്പിക്കും. മെരീബ കലഹം എന്ന് പറയും, മസ്സ പരീക്ഷ. ഒരു പരീക്ഷയ്ക്ക് ദൈവത്തിന് വെള്ളം തരാൻ പറ്റുമോ മരുഭൂമിയിൽ? വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കൂടെ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം. ദൈവത്തിന് കഴിയുമോ എന്ന് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രവിതീമിൽ ദൈവം മെരീബ വെള്ളത്തെങ്കിൽ ദൈവം അവർക്ക് അവർ പരീക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് കുടിപ്പാൻ ധാരാളമായി കൊടുക്കുകയാണ്. ഒരു കൈത്തോടൊന്നുമല്ല, 6 ലക്ഷം സംവത്സര പുരുഷാരത്തിന് കുടിക്കാൻ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം നദികൾ പോലെ ഒഴുകിയെന്ന് പറയുന്ന വെള്ളം അവിടെ. അത്രയും ജനത്തിന് ആവശ്യമായിരിക്കുന്ന വെള്ളം വേണ്ടേ? അപ്പോൾ അതവിടെ നമ്മൾ കണ്ടു. ഇനി ദൈവം പറയുക, അടുത്ത് എന്താ പറയുന്നത്? അടുത്ത 8-ാമത്തെ, എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം ജനത്തോട് പറയുക, എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയാം. ദൈവത്തിന് പറയാൻ, നമ്മോട് പറയാൻ സാക്ഷ്യമുണ്ടെന്ന്. എന്നിട്ട് പറയാം, അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവ ഞാൻ നിൻ്റെ ദൈവം. നിൻ്റെ വായു വിസ്താരത്തെ ഓർക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഇസ്രായേലിനെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികൾ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ ഭയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയെന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ സങ്കടം എന്താ? ഇവർ ദൈവത്തെ അനുസരിക്കുന്നില്ല, പിന്നെയും പിന്മാറിപ്പോവുകയാണ്. അപ്പോൾ ദൈവം പറയും, എൻ്റെ വാക്ക് ജനം കേട്ടനുസരിച്ചെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകുമായിരുന്നു. അവർ കേൾക്കാത്തതുകൊണ്ട് ദൈവം അവരെ സ്വന്തം ആലോചനയ്ക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെയാണ് ദൈവം. നമ്മൾ ദൈവീയ ആലോചന ശ്രവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. സ്വന്തം ഇഷ്ടത്തിന് പോയാൽ അത് എവിടെ ചെന്ന് തകരും നമുക്കറിയത്തില്ല. അപ്പോൾ സ്വന്തം ഇഷ്ടമല്ല, ദൈവ ഇഷ്ടത്തിന് എപ്പോഴും നമ്മൾ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മളെ വഴി നടത്തും. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കും, ഇസ്രായേലിൻ്റെ വഴികൾ നടക്കുകയും ചെയ്യും, കൊള്ളായിരുന്നു പറയാം. അങ്ങനെയാകുമ്പോൾ അവരുടെ ശുഭകാലം, അവരുടെ ശത്രുക്കൾ കീഴടക്കും, അവരുടെ വൈരികളുടെ നേരെ കൈതിരിക്കും, അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു പറയാം. ശുഭകരം, നല്ല കാലങ്ങളായിരിക്കും എന്ന് പറയാം. ദൈവത്തോടു കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ക്ലേശങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ദൈവം സഹിത്തമുള്ളത്, അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. കോതമ്പിൻ്റെ പ്രൊഡക്ഷൻ എന്താ? അപ്പം അവരെ ജീവൻ്റെ അപ്പം അവരെ കർത്താവായ യേശുക്രിസ്തു. തുറന്നു പറയും, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പാറ എന്താ? ക്രിസ്തു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. രക്ഷയുടെ പാറ എന്നൊക്കെ പറയുന്ന യേശുവിനെ കുറിച്ച് പറയുന്നത്, റോക്ക് ഓഫ് ഏജസ് എന്ന് പറയും. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ടെന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് വരുന്ന എന്തൊക്കെയാണ്? നമുക്ക് ദൈവത്തിൻ്റെ വചനമുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ വചനം തേൻകട്ടേക്കാളും മധുരമാകും എന്നൊക്കെ പറയുന്നത്. ദൈവകൃപയുണ്ട്, ദൈവത്തിൻ്റെ കരുണയുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. എല്ലാം പാറയിൽ നിന്ന് വരുന്ന തേൻ കൊണ്ടാണ്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം, അതാണ് നമുക്ക് തൃപ്തി തരുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഇനഫ്, ദാറ്റ് ഇസ് സഫീഷ്യൻറ്റ്. ദൈവത്തിൻ്റെ കൃപ, ദൈവം കൂടെയുണ്ട്. എല്ലാം ക്രമീകരണങ്ങളോടെ ദൈവം നടത്തുമെന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ സമർപ്പണത്തിനുള്ള ആഹ്വാനമാണ്, സ്തോത്രാർപ്പണത്തിനുള്ള സന്ദേശമാണ്. സ്തോത്രം അർപ്പിക്കുക, ഘോഷിക്കുക, ദൈവം സാക്ഷ്യം പറയുക എന്ന് പറയാം. ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം റെക്കോർഡിക്കലായിട്ടുണ്ടെന്ന് പറയാം. മനുഷ്യൻ്റെ എല്ലാം സൂക്ഷിച്ച് നോക്കുമല്ലോ റെക്കോർഡിക്കലായിട്ട്, എൻ്റെ കാലങ്ങളിൽ ചരിത്രമൊക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ എല്ലാവരുടെയും ചരിത്രങ്ങളും, ഇന്ന കാലത്ത് ഞാൻ നിനക്ക് എന്നത് ചെയ്തു, ഇങ്ങനെ വിടുവിച്ചു. അപ്പോൾ ഇസ്രായേൽ ചരിത്രം നോക്കുമ്പോൾ ദൈവം വിടുവിച്ച അത്ഭുതങ്ങളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിട്ടുകൊടുക്കണം. ഇന്ന് നമ്മൾ നടത്തുന്ന ആരാ? ഞാൻ നിന്നെ ഉപദേശിച്ച് വഴി നടത്തും. അപ്പം നമ്മൾ ഉപദേശിക്കാൻ ആരുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ ഉപദേശിക്കും, നമുക്കതിന് വിട്ടുകൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ദൈവം നമ്മളെ നടത്തും. കർത്താവേ, ഞങ്ങൾക്ക് ഈ ധ്യാനിച്ച സങ്കീർത്തനത്തിൽ കൂടെ അപ്പോൾ ഞങ്ങളെ തന്നെ നിൻ്റെ ആലോചനയ്ക്ക് വിട്ടുതരുന്നു. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം, കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. ദൈവിക ആലോചന തിരിച്ചറിയാൻ ഞങ്ങളുടെ മനോനയനങ്ങളെ, ഹൃദയക്കണ്ണുകളെയൊക്കെ പ്രകാശിപ്പിക്കണം. ഞങ്ങളുടെ മനസ്സിനെ അതിനായി ഒരുക്കണം. എല്ലാം തിരുനാമത്വത്തിനായി തീർക്കണമേ. ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന നിത്യ സൗഭാഗ്യങ്ങൾ എന്നേക്കും അനുഭവ കൃപ തരണമേ. തിരുനാമത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ.